ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് തക്കാളി വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. കിച്ചൺ മിനിറ്റ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ വീട്ടിൽ തക്കാളി ഉണ്ടാവും. ആ തക്കാളി 3-4 തക്കാളി എടുക്കുക. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള ഇട്ട് കൊടുക്കാം. അതിനായിട്ട് സവാള എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കറിയാക്കി എടുക്കണ്ടേ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 4 മണി കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ സവാളയും തക്കാളിയും നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ. നമുക്കതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1-1.5 ഇട്ടാലും കുഴപ്പമില്ല. നമ്മുടെ തക്കാളിക്ക് അനുസരിച്ച് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് മൂടി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. തക്കാളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി നമ്മുടെ കറി ആവിയിൽ വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണതാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു കറി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റണതാണ്. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വളരെ കുറച്ച് സമയം മതി. അതിനുള്ളിൽ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മതി. നന്നായി നമുക്ക് ചോറിനാൻ പറ്റും. നല്ല ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.